നൈറ്റ് E2-വിൽ നിന്ന് E4-ലേക്ക് പാവനെ നീക്കി മധ്യഭാഗം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അതിനു മറുപടിയായി ബ്ലാക്ക് D7-ൽ നിന്ന് D5-ലേക്ക് പാവനെ മുന്നോട്ട് കൊണ്ടുവന്ന് സ്കാൻഡിനേവിയൻ ഡിഫൻസ് തിരഞ്ഞെടുക്കുന്നു. വൈറ്റ് D5-ലെ പാവനെ പിടിച്ചതിനുശേഷം ബ്ലാക്കിന്റെ ക്വീൻ D8-ൽ നിന്ന് D5-ലേക്ക് എത്തി പാവനെ തിരിച്ചുപിടിക്കുന്നു. ഇതോടെ ക്വീൻ വളരെ നേരത്തെ തന്നെ കളത്തിലിറങ്ങുന്നു. ഈ അവസരം മുതലെടുത്ത് വൈറ്റ് B1-ൽ നിന്ന് C3-ലേക്ക് കുതിരയെ വികസിപ്പിക്കുന്നു. ഈ നീക്കത്തിലൂടെ ക്വീന് നേരിട്ട് ആക്രമണം നടത്തുന്നതിനൊപ്പം മധ്യഭാഗത്തെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കുകയും ബ്ലാക്കിനെ ക്വീൻ വീണ്ടും മാറ്റാൻ നിർബന്ധിതനാക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ D5-ൽ നിന്ന് A5-ലേക്ക് മാറ്റുന്നു. അതിനു മറുപടിയായി വൈറ്റ് B2-വിൽ നിന്ന് B4-ലേക്ക് പാവനെ നീക്കി ക്വീന് നേരെ വീണ്ടും ആക്രമണം നടത്തുന്നു. ക്വീൻ A5-ൽ നിന്ന് B4-ലേക്ക് എത്തി ആ പാവനെ പിടിക്കുന്നു. എന്നാൽ അതാണ് യഥാർത്ഥ ട്രാപ്പ്. ഉടൻ തന്നെ വൈറ്റ് C3-ൽ നിന്ന് B5-ലേക്ക് കുതിരയെ നീക്കുന്നു. C7 ചതുരത്തിലേക്കുള്ള അപകടകരമായ ഫോർക്കിനും വഴിയൊരുക്കുന്നു. ബ്ലാക്ക് തന്റെ ക്വീനെ D4-ൽ നിന്ന് A5-ലേക്ക് മാറ്റി C7 സ്ക്വയറിലേക്ക് കൺട്രോൾ കൊണ്ടുവരുന്നു. ഉടനെ ബിഷപ്പ് C4. ഇതിന്റെ ഉദ്ദേശം F7 സ്ക്വയറിലേക്കുള്ള അറ്റാക്ക് ആരംഭിക്കുന്നു. ബ്ലാക്ക് C7-ൽ നിന്ന് C6-ലേക്ക് പാവനെ നീക്കി വൈറ്റിന്റെ കുതിരയെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ വൈറ്റ് അതൊന്നും ശ്രദ്ധിക്കാതെ F7-ലെ പാവനെ ബിഷപ്പ് ഉപയോഗിച്ച് പിടിച്ച് കിങ്ങിന് ചെക്ക് നൽകുന്നു. നിർബന്ധിതനായ ബ്ലാക്കിന്റെ കിങ് ബിഷപ്പിനെ തിരിച്ചുപിടിക്കുന്നു. വൈറ്റ് മനഃപൂർവ്വം ബിഷപ്പിന് സാക്രിഫൈസ് ചെയ്യുന്നു. തുടർന്ന് വൈറ്റിന്റെ ക്വീൻ D1-ൽ നിന്ന് H5-ലേക്ക് എത്തി കിങ്ങിന് ശക്തമായ ചെക്ക് നൽകുന്നു. ഈ ചെക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്ലാക്ക് G7-ൽ നിന്ന് G6-ലേക്ക് പാവനെ നീക്കുന്നു. ഇതിലൂടെ ചെക്ക് തടയുന്നതിനൊപ്പം വൈറ്റിന്റെ ക്വീനെ ആക്രമിക്കുകയുമാണ് ബ്ലാക്കിന്റെ ലക്ഷ്യം. എന്നാൽ വൈറ്റ് അതിമനോഹരമായ ഒരു തന്ത്രവുമായി എത്തുന്നു. കുതിര B5-ൽ നിന്ന് D6-ലേക്ക് ചാടി വീണ്ടും കിങ്ങിന് ചെക്ക് നൽകുന്നു. ഈ കുതിരയുടെ ചെക്കിനൊപ്പം H5-ലുള്ള ക്വീനും A5-ലുള്ള ബ്ലാക്കിന്റെ ക്വീനെ ആക്രമിക്കുന്നു. നിർബന്ധിതനായ ബ്ലാക്ക് E7-ൽ നിന്ന് D6-ലേക്ക് പാവനെ നീക്കി കുതിരയെ പിടിക്കുന്നു. എന്നാൽ അതോടെ വൈറ്റിന്റെ ക്വീൻ H5-ൽ നിന്ന് A5-ലേക്ക് എത്തി ബ്ലാക്കിന്റെ ക്വീനെ പിടിക്കുന്നു. സ്കാൻഡിനേവിയൻ ഡിഫൻസിലെ മറ്റൊരു അപകടകരമായ ക്വീൻ ട്രാപ്പാണ് ഇന്ന് നമ്മൾ കണ്ടത്. ചെറിയൊരു അശ്രദ്ധ പോലും എങ്ങനെ ക്വീൻ നഷ്ടത്തിലേക്ക് നയിക്കുമെന്ന് ഈ ഗെയിം വ്യക്തമായി കാണിച്ചു തരുന്നു. ഈ ട്രാപ്പ് മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം കളികളിലും പരീക്ഷിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇത്തരം രസകരമായ ചെസ് ട്രാപ്പുകളും തന്ത്രങ്ങളും കാണാൻ ചെക്ക്മേറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.